എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്കക്കുരു മാങ്ങാക്കറിയാണ്. ചക്കക്കുരു മാങ്ങാക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് 15 ചക്കക്കുരു ചെറുതായി മുറിച്ചതും, ഒരു മാങ്ങ ചെറിയൊരു മാങ്ങ തൊലി കളഞ്ഞ് കഴുകി ചെറുതായി മുറിച്ചതും, 2 പച്ചമുളകും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുക്കറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ചക്കക്കുരുവിന് അത്യാവശ്യം നല്ല വേവുള്ളതുകൊണ്ട് കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് നല്ലത്. കുക്കറിൽ വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ തീയിലൊരു 4 മുതൽ 5 വിസിൽ വരെയൊക്കെ അടുപ്പിച്ചാൽ നല്ലതുപോലെ ചക്കക്കുരു വെന്ത് കിട്ടും. മിനിമം ഒരു 4 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കുക. അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ, 1 തണ്ട് കറിവേപ്പില, 2-3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ള ചക്കക്കുരു മാങ്ങയിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത അരപ്പ് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് താളിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, 2-3 വറ്റൽമുളക് എടുക്കാം, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ താളിച്ചൊഴിച്ച് മിക്സ് ചെയ്താൽ കറി റെഡിയാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറി കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പുളി അനുസരിച്ച് വേണം മാങ്ങ എടുക്കാനായിട്ട്. ഒരുപാട് പുളിയിൽ കറി വയ്ക്കുന്നത് നല്ലതാവില്ല. ഒരു മീഡിയം പുളിയിൽ വേണം കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.